അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ കിടക്കുന്ന സ്വർഗം എനിക്ക് തരണേ പടച്ചവനെ. അബൂബക്കർ സിദ്ദീഖ് കിടക്കുന്ന സ്വർഗം എനിക്ക് തരണേ. എന്റെ സഹോദരങ്ങളെ, എന്ത് യോഗ്യതയാ നമുക്കുള്ളത്? സ്വർഗം ചോദിക്കാൻ ഒരു യോഗ്യത വേണം, നമുക്കൊരു യോഗ്യതയുമില്ല. ആ അവസരത്തിലാണ് അള്ളാന്റെ റസൂല് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. അള്ളാന്റെ റസൂല് പറയുന്നു, സ്വർഗം ഞാൻ തരാന്ന്. ആരെങ്കിലും തരാന്ന് പറഞ്ഞാലെങ്കിലും പേടിക്കണ്ടേ? അപ്പൊ ആരെങ്കിലും സ്വർഗം തരാന്ന് പറഞ്ഞാൽ പേടിക്കണം. അള്ളാന്റെ റസൂല് പറയുന്നു, ഞാൻ സ്വർഗം തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ സ്വർഗം തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന തന്റെ കുടിലിൽ കിടന്നുറങ്ങുകയാണ്. അതാ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ട് ഉളുവെടുക്കുവാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ദിവസവും ഇല്ലാത്ത വല്ലാത്ത തണുപ്പാണ്, സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു, റബ്ബേ, ഈ തണുപ്പുള്ള രാത്രിയിൽ ഈ പച്ചവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് എങ്ങനെയാ നിസ്കരിക്കുന്നത്? തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എനിക്കൽപ്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് നിസ്കരിക്കാമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലേക്ക് ഒരു തോന്നൽ വരുമ്പോൾ അള്ളാന്റെ പ്രവാചകൻ നോക്കുമ്പോഴതാ ഒരു സലാം കേൾക്കുകയാ, ഒരു സലാം കേൾക്കുകയാണ്. ആ തണുപ്പുള്ള രാത്രിയിൽ സലാം കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ റബിയ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതാ നബിയേ ചൂടുവെള്ളം, ഇതാ നബിയേ ചൂടുവെള്ളം, ഈ ചൂടുവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് നിസ്കരിക്കു നബിയേ. അള്ളാന്റെ പ്രവാചകന്റെ കണ്ണങ്കോട്ട് നിറയാൻ തുടങ്ങി. പടച്ചവരെ, ഈ അടിമയ്ക്ക് എന്നോടെന്ത് സ്നേഹമാ പടച്ചവരെ, ഈ റബിയാൻ എന്നോടെന്ത് പ്രേമമാ പടച്ചവരെ. ഈ തണുപ്പുള്ള രാത്രിയിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോ എന്റെ വീടിന്റെ വെളിയിൽ എനിക്ക് ചൂടുവെള്ളവുമായിട്ട് കാത്തു നിൽക്കുന്ന ഈ സഹാബിയുണ്ടല്ലോ, ഈ സഹാബിക്ക് എന്താ പടച്ചവരെ കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയാനോട് ചോദിക്കുകയാ, റബിയാ, എന്ത് വേണം റബിയാ? ഇന്നത്തെ ദിവസം നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാം റബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയാനോട് ചോദിക്കുമ്പോൾ മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫഖത ഫിൽ ജന്നാ. നബിയേ, എനിക്കെന്താ വേണ്ടതെന്നറിയുമോ? എനിക്കെന്താ വേണ്ടതെന്നറിയുമോ? ആരാണ് റബിയ എന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, കേറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തവരാ, വയറ് നിറച്ചട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരാ, ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമില്ലാത്തവരാ. അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തില് അതാ പള്ളിയുടെ ഓരത്ത് കിടക്കുന്നവനാ. ആരെങ്കിലും വല്ല ആഹാരവും കൊണ്ടുകൊടുത്താൽ അത് കഴിച്ചിട്ട് പള്ളിയുടെ പറമ്പിൽ കിടക്കുന്നവനാ. ആ സ്വഹാബിയതാ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് സമ്പത്ത് വേണ്ട നബിയേ, എനിക്ക് അധികാരം വേണ്ട നബിയേ, എനിക്ക് ധരിക്കാൻ വസ്ത്രം വേണ്ട നബിയേ, എനിക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ വേണ്ട നബിയേ. എനിക്ക് വേണ്ടത് എന്താണെന്നറിയുമോ? അസ്അലുക മുറാഫഖത ഫിൽ ജന്നാ. നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ. നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, എന്തു ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ. റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഏ റബിയ, നിനക്ക് ഞാൻ സ്വർഗം തരാം റബിയ, നിനക്ക് ഞാൻ സ്വർഗം തരാം റബിയ. പക്ഷേ നീ എന്നെ ഒന്ന് സഹായിക്കണേ റബിയ.
നീ എന്നെ ഒന്ന് സഹായിക്കണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാ നബിയെ സഹായിക്കേണ്ടത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇലുമനുലി സിത്തം മിൻ അൻഫുസികും അലുമനു ലക്കുമുൽ ജന്നാ അലുമനു ലക്കുമുൽ ജന്നാ ഖാല സഫിയൂനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റബിയ റളിയല്ലാഹു തആല അൻഹു ഒരു അവസരം കിട്ടി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? നമ്മളാണെങ്കിലോ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് കഅബ കാണുമ്പോ ആദ്യമായിട്ട് കാണുമ്പോ എന്ത് ചോദിച്ചാലും അല്ലാഹ് തരും. അവിടെ പോയി നിന്നിട്ട് സമ്പത്ത് ചോദിക്കുന്ന മഹാന്മാരുണ്ട്. അവിടെ പോയി നിന്നിട്ട് പോലും സമ്പത്ത് ചോദിക്കുന്ന മനുഷ്യർ. മഹാനായ റബിയ റളിയല്ലാഹു അൻഹു ധരിക്കാൻ വസ്ത്രമില്ല, മസ്ജിദുൻ നബിയുടെ ഓരത്ത് കിടക്ക, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുകൊടുത്ത അത് തിന്നിട്ട് കഴിയണ സഹാബിയ. ആ സഹാബിയോട് നബി ചോദിച്ചു, എന്താ വേണ്ട? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം, നബി എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം മതി, വേറെ ഒന്നും വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഇളുമനുലി സിത്തം മിൻ അൻഫുസികും അളുമനു ലക്കുമുൽ ജന്ന. ഒരു 6 കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഈ 6 കാര്യം കൊണ്ട് നീ എന്നെ ഒന്ന് സഹായിച്ചാൽ, ഇത് നിന്റെ ജീവിതത്തിൽ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ, നാളെ എന്റെ മുന്നിൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഞാൻ ഇരിക്കുമ്പോ നീ വാ റബിയ, നിന്റെ കയ്യിൽ സ്വർഗത്തിന്റെ പാസ് എടുത്ത് ഞാൻ വെച്ചു തരാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ 6 കാര്യം എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ 6 കാര്യവും പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മണിക്കൂറുകളായി പ്രസംഗം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടാവും. അത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്തായാലും എനിക്ക് തന്നിട്ടുള്ള സമയത്തിന്റെ ഇപ്പം തന്നെ 8:45 ഇൻഷാ അല്ലാഹ് കൂടി പോയാൽ 10 മണി വരെ. ഇതിന്റെ ഇടയിൽ എത്രയൊക്കെ പറയാൻ പറ്റുമോ അത്രയൊക്കെ പറയാം. മരിച്ചാലും മരിച്ചില്ലെങ്കിലും 10 മണിക്ക് കവറടക്കും. വിഷയം തീർന്നാലും തീർന്നില്ലെങ്കിലും 10 മണിക്ക് അവസാനിപ്പിക്കും. പറയാൻ പറ്റുന്ന അത്രയും പറയും. അത് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, വെള്ളം ഒഴിക്കാൻ ആരും കമ്മിറ്റിക്കാരെ കൊണ്ട് ഒഴിക്കുന്നത് ശരി. ഏതെങ്കിലും കുട്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബിയ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിൽ കിടക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയുമോ? ഏ റബിയ, ഉസ്തുകൂ ഇദാ ഹദ്ദസ്തും യേ റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ. ഒന്നാമത്തെ കണ്ടീഷൻ, സ്വർഗത്തിൽ പോകണമെങ്കിൽ നിനക്ക് പാസ് വേണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? സംസാരിച്ചാൽ കള്ളം പറയില്ലേ. എന്റെ പൊന്നു ഉസ്താദെ, വേറെ എന്ത് വേണമെങ്കിലും പറ, ഇത് നമ്മളെ കൊണ്ട് പറ്റൂല. നമുക്കാണെങ്കിൽ കള്ളം പറയാതെ ഉറങ്ങാൻ പറ്റൂലല്ലോ. നമുക്കൊരു ദിവസം ഒരു കള്ളമെങ്കിലും പറയാതെ ഉറങ്ങാൻ പറ്റത്തില്ല. അതെങ്ങനെയാണല്ലോ. പള്ളി വരും, പള്ളി വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടി ഗേറ്റ്, കടുവാപ്പള്ളിയുടെ അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ആ നിസ്കരിച്ച നിസ്കാരം ആർക്കെങ്കിലും കൊടുക്കും. ഇമാം ഇപ്പം ഭയങ്കര ലീവാണ്, എവിടെ പോണെന്ന് അറിയില്ല, പ്രസംഗമൊക്കെ ആണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, ചുമ്മാതാണ്. മോദിന്റെ ബാങ്ക് പഴയതുപോലെ എത്ര പോരാ. അല്ലെങ്കിൽ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയും, ഇപ്പം കമ്മിറ്റിക്കാരൊക്കെ പഴയതുപോലെ ഒന്നും ഇല്ല, കൈയിട്ട് വാരലൊക്കെ കൂടുതലാണോ, കൈയിട്ട് വാരുന്നുണ്ടോ എന്നൊക്കെ. നിസ്കരിച്ച പതിപോലെ അപ്പോഴേ അവർക്ക് കൊടുക്കും. ഇത് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഇതാണ് നമ്മുടെ രീതി. ഇനി ഇവനും ഒന്നും കിട്ടിയില്ലെങ്കിൽ, ഇനി ഒന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് കൂടി ഇരുന്നിട്ടും അങ്ങോട്ട് തുടങ്ങും എന്തെങ്കിലുമൊക്കെ ചുമ്മാ തമാശയ്ക്ക്. തന്റെ കൂടെ ഇരിക്കുന്നവരെ, ചെറുപ്പക്കാരൊക്കെ തന്റെ കൂടെ ഇരിക്കുന്നവരെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് വെറുതെ കള്ളം പറയുന്നവർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈലുൽ ലില്ലദീ യുഹിബ്ബുനാ ബിൽ ഹദീസ്
الخميس ليضحك منه القوم فيكذب له ويل له ويل له. തമാശയ്ക്ക് പോലും തന്റെ കൂട്ടുകാരോട് കള്ളം പറയുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അവനാണ് സർവനാശമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം